Hi all. Now we can discuss about plastic money. എന്താണ് പ്ലാസ്റ്റിക് മണി? നമ്മളിന്ന് എവിടെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരാവശ്യത്തിന് പോവുകയാണെങ്കിലും നമ്മൾ അധികമൊന്നും ക്യാഷ് കയ്യിൽ കരുതാറില്ല. ഉണ്ടാവും. ഒരു യാത്ര പോവാണ്, ഒരു ട്രിപ്പ് പോവാണ്, കാസർഗോഡ് ടു കന്യാകുമാരി ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ അത് എത്രത്തോളം ചിലവ് ഉണ്ടാവും? നമുക്ക് ഒരു ആവറേജ് ഒരു 30,000 അല്ലെ, കുറേ ദിവസത്തെ ട്രിപ്പാണ് വിചാരിക്കുക. ഒരു 30,000 റുപ്പീസൊക്കെ ചിലവ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, ബഡ്ജറ്റ് ചെയ്തു. ആ 30,000 നമ്മൾ കയ്യിലെടുത്തിട്ട് പോവാറാണോ ഇപ്പോഴ്? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മൾ ഒരിക്കലും ഇപ്പോഴ് നമ്മൾ ഒരാൾക്കാരും ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് ക്യാരി ചെയ്യാറില്ല. എന്താ, സെക്യൂരിറ്റി ഭയന്നിട്ട് തന്നെയാണ് അല്ലേ. എവിടെയെങ്കിലും ആയി പോവോ അല്ലെങ്കിൽ മിസ്സായി പോവോ നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസമില്ല. മറിച്ച് നമ്മൾ എന്താ യൂസ് ചെയ്യാറ് ഇപ്പോഴ്? കാർഡ് നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ പോലും എന്തുണ്ടാവും, കാർഡ്സ് ഉണ്ടാവും അല്ലേ. നമ്മുടെ കയ്യിലുള്ള ATM കാർഡ്, ദാറ്റ് ഈസ് എ ഡെബിറ്റ് കാർഡ്. നമ്മളിപ്പോഴെപ്പോഴും കയ്യിൽ കരുതുന്നത് എന്താണ്? ഡെബിറ്റ് കാർഡ്. അതായത് നമ്മൾ ATM കാർഡ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ATM കാർഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിൻ പ്ലാസ്റ്റിക് കാർഡ് that we use instead of the bank notes, such cards is known as plastic money or plastic cards. നമ്മൾ ഇന്ന് എന്താണ്, പൈസക്ക് പകരമായിട്ട് നമ്മൾ പല രീതിയിലുള്ള കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ATM കാർഡ് ആണെങ്കിൽ പോലും പലതരത്തിലുള്ള കാർഡുകളും ഇന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാർഡ്സിനെയാണ് എന്ത് പറയുന്നത്? പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ തിൻ പ്ലാസ്റ്റിക് കാർഡ് that we use every day for making transaction or making payments instead of the bank notes. നമ്മൾ എന്താ ചെയ്യാറ്? നമുക്ക് വേണ്ടുന്ന സമയത്ത് ATM കാർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേണ്ടുന്ന സമയത്ത് ഒരു ATM കൗണ്ടറിൽ പോകുന്നു, നമുക്ക് വേണ്ടുന്ന ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, ദെൻ യൂസ് ചെയ്യുന്നു. അവിടെയും നമ്മൾ ഇപ്പോഴേ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ATM കാർഡ് പോലും അല്ലെങ്കിൽ ATM മെഷീൻ പോലും യൂസ് ചെയ്യാത്ത അവസ്ഥയാണ്. ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷൻസ്, UPI ഇനാബിൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ റെയറാണ്. എന്നിരുന്നാൽ പോലും കാർഡ്സ് നമ്മൾ കരുതാറുണ്ട്, കാർഡ്സ് യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. ATM കാർഡ് തന്നെ പോകണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർഡ് സ്വൈപ്പ് ചെയ്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അവിടെ ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന ATM കാർഡ് ഡെബിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. ഡെബിറ്റ് കാർഡ് എന്നാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ക്രെഡിറ്റ് കാർഡ്, ഇവന്തോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ ക്യാഷ് പ്രീപെയ്ഡ്, നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവും. ഓക്കെ. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ കൂടുതലും ഇത്തരത്തിലുള്ള കാർഡ്സുകളാണ് യൂസ് ചെയ്യാറ്. ഈവന്തോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ പുറത്ത്, ഫോർ എക്സാമ്പിൾ ദുബായ്, പുറത്ത് നമ്മൾ ട്രാവൽ ചെയ്യാണ്, ബസ്സിൽ കയറുകയാണ്. എന്ത് ചെയ്യുന്നു? അവിടെ ക്യാഷ് കൊടുക്കണ്ട, നമ്മുടെ ബസ്സിൽ കാണുന്ന പോലെ ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് കണ്ടക്ടറൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ട്രാവൽ കാർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വൈപ്പ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ യാത്ര എത്രത്തോളം എമൗണ്ടിൻ്റെതാണ് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ സർവീസ് ചാർജ് എന്നുള്ളത് നമ്മുടെ ആ കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാർഡ് ഉണ്ടാവാം, അല്ലാത്ത തരത്തിലുള്ള കാർഡ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? മുൻകൂട്ടി പൈസ പ്രീപെയ്ഡ് ആയിട്ട് എമൗണ്ട് ഇടണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അതിൽ ബാലൻസ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ പല രീതിയിലുള്ള കാർഡുകളും ഉണ്ട്. നിങ്ങൾ ഡയമണ്ട് നെക്ലേസ് അല്ലേ, ആ ഒരു സിനിമയിൽ ഒരുപാട് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ, പല ടൈപ്പിൽ, പല ഷോപ്സിൽ അല്ലേ. അവൻ ആ വാലറ്റ് തുറക്കുന്ന സമയത്ത് പല കാർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൺട്രിയിൽ അത്ര പോപ്പുലർ അല്ല കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാർഡ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. അതായത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്നത് ATM കാർഡ്. പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കാർഡ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി യൂസ് ചെയ്തിട്ടാണ് ഓരോ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഓരോ പേയ്മെൻറ്റ്സും നടത്തുന്നത്. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് മണി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാർഡ് എന്ന് പറയുന്നത്. It refers to a thin plastic card that we use every day instead of actual banknotes or actual currencies. We can see the use of plastic cards popularly in foreign countries. Okay, then what are the advantages of plastic money?
What are the advantages of plastic money? It helps to eliminate the need for carrying huge cash, which can be risky and inconvenient. അല്ലേ, ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വലിയ എമൗണ്ട് ഒന്നും കയ്യിൽ ക്യാരി ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുന്നില്ല, സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ, മിസ്യൂസ് ആയി പോവുക അല്ലെങ്കിൽ മിസ്സായി പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട, കാർഡ് സേഫ് ആയിട്ടുണ്ടായാൽ മതി. Then it provides people the advantages of accessing their money anywhere, anytime, nationally as well as internationally. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിലുള്ള കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏത് സ്ഥലത്തും ഏത് സമയത്തും എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാഷ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആ കാർഡ് യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി പറ്റും. Then the chance of theft or loss of money can be minimized by the use of credit and debit card. ഇത്തരത്തിലുള്ള ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡ്സ് യൂസ് ചെയ്യുന്നത് വഴി ലോസ് ഓഫ് മണി അല്ലേ, പൈസ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. Then tracking transactions become easy. We can track our transactions also. നമുക്ക് ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. Then credit card holder have the facility of buying on credit or paying later. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് വേണ്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് പിന്നെ നമുക്ക് കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ അതൊരു പീരീഡ് ഉണ്ടാവും, ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ടേമിനുള്ളിൽ ആ ക്രെഡിറ്റ് കാർഡിൽ എമൗണ്ട് ഉണ്ടാവണം എന്നുള്ളത്, പിന്നെ പേയ്മെൻറ്റ് നടത്തിയാൽ മതിയാവും. ആ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന്. These are the advantages of plastic money or plastic cards. Then what are the disadvantages? Generally, smaller retail shops and business prefer cash payments and may not accept payment with cards. Smaller retail shops, ചെറിയ ചെറിയ ഷോപ്പുകളൊന്നും കാർഡ് പേയ്മെൻറ്റ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാറില്ല. അവരെന്താണ്, ആക്ച്വൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാ സമയത്തും. ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ളതാണെങ്കിൽ പറയാം അല്ലേ, ഇപ്പോഴാണെങ്കിൽ കാർഡ് എല്ലായിടത്തും അവൈലബിൾ അല്ലെങ്കിലും എന്താണ്, നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ UPI എനേബിൾഡ് ആയിട്ടുള്ള സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു എന്താ, ഈവൻ മീ മാർക്കറ്റിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, UPI എനേബിൾഡ് സർവീസസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ ഇൻ്റർനെറ്റ് ഈസ് ചാർജ്ഡ് ഫോർ നോൺ പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, അതായത് പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ആ കാർഡ് യൂസ് ചെയ്യുന്നവരുടെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ദെൻ പ്ലാസ്റ്റിക് മണി ഓർ ക്യാഷ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഫോർ ക്യാഷ്. ഒരിക്കലും പ്ലാസ്റ്റിക് മണി ക്യാഷിൻ്റെ റീപ്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഫിസിക്കൽ ക്യാഷ് ക്യാരി ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരിക്കലും ക്യാഷിന് പകരമാവില്ല. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഈവൻ ദോ ആ പ്ലാസ്റ്റിക് മണി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാർഡ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Then plastic money is not completely safe. It is risky in sometimes, especially while doing online shopping. Online shopping നടത്തുന്ന സമയത്ത് it is much difficult or much risky. Then numerous commercial outlets levy extra service charge for payment via cards. കാർഡ്സ് യൂസ് ചെയ്തിട്ട് സർവീസസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചില കമ്പനീസ് ചാർജസ് ഈടാക്കാറുണ്ട് കാർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയാണ് പ്ലാസ്റ്റിക് മണീനെ കുറിച്ച് പറയാനുള്ളത്. പ്ലാസ്റ്റിക് കാർഡ്, ഇറ്റ്സ് എ thin card that used for making transactions. Different types of cards are there, credit card, debit card, and also travel card will be there, then shopping card will be there, such like that. So these are all about plastic money. Thank you.